1990 ഫെബ്രുവരി 21 മാവേലിക്കര മാങ്കാങ്കുഴി തെക്കേതിൽ പാപ്പച്ചൻ്റെ ഭാര്യ മറിയാമ്മ 61 വയസ്സ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഭർത്താവ് പാപ്പച്ചൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് കൊല്ലപ്പെട്ട നിലയിൽ മറിയാമ്മയെ കണ്ടെത്തിയത്. സ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പക്ഷെ കൊലയാളി ആരാണെന്ന ചോദ്യം ബാക്കിയായി. ഒരു ഘട്ടത്തിൽ മൃതദേഹം ആദ്യം കണ്ട ഭർത്താവ് പാപ്പച്ചനിലേക്ക് വരെ സംശയമുനകൾ നീണ്ടു. ആരാവും കൊലയാളി? ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ഈ കേസിൻ്റെ അന്വേഷണ വഴികളിലൂടെ. ക്രൈം ഡീകോഡ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മാവേലിക്കര മാങ്കാങ്കുഴി സ്വദേശികളാണ് പാപ്പച്ചനും ഭാര്യ മറിയാമ്മയും. അവർക്ക് മാർക്കറ്റിലൊരു പച്ചക്കറി കടയുണ്ട്. രണ്ടുപേരും ചേർന്നാണ് കട നടത്തിയിരുന്നത്. മക്കൾ രണ്ടുപേരും ജോലിക്കായി വിദേശത്തായിരുന്നു. തനിച്ചാണ് അവർ താമസിച്ചിരുന്നത്. അവരുടെ അകന്ന ബന്ധുവായ ഒരു പെൺകുട്ടി സഹായത്തിനായി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് പാപ്പച്ചന് ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം കടയിലേക്ക് മറിയാമ്മ ചെല്ലും. അപ്പോൾ പാപ്പച്ചൻ കട മറിയാമ്മയെ ഏൽപ്പിച്ച ശേഷം വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മടങ്ങും. അതാണ് പതിവ്. എന്നാൽ 1990 ഫെബ്രുവരി 21 പതിവ് സമയം കഴിഞ്ഞിട്ടും ഭാര്യ എത്തിയില്ല. കുറേയേറെ സമയം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് പാപ്പച്ചന് ടെൻഷനായി. അവൾക്ക് ഇന്ന് എന്തു പറ്റി? ഇത് പതിവില്ലാത്തതാണല്ലോ. സാധാരണ ഈ സമയമാകുമ്പോഴേക്കും അവൾ എത്തേണ്ടതാണ്. പലതരം ചിന്തകളുമായിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് നടന്നത്. വീട്ടിലെത്തി പല പ്രാവശ്യം വിളിച്ചിട്ടും ആരും വാതിൽ തുറക്കാതിരുന്നതിനാൽ സംശയം തോന്നി വീടിൻ്റെ അടുക്കള വശത്തുകൂടി അകത്തേക്ക് ചെന്നു. അപ്പോഴാണ് കൊല്ലപ്പെട്ട നിലയിൽ തൻ്റെ ഭാര്യയെ അദ്ദേഹം കണ്ടെത്തിയത്. ഭയന്ന് വിറച്ചുപോയ പാപ്പച്ചൻ അടുത്തു തന്നെ താമസിക്കുന്ന സഹോദരനെ വിവരമറിയിച്ചു. അയാൾ പറഞ്ഞതനുസരിച്ച് അയൽക്കാരും പോലീസും സ്ഥലത്തെത്തി. ചോരയിൽ കുളിച്ച നിലയിൽ കണ്ട മറിയാമ്മയുടെ കഴുത്തിൽ തോർത്തു ചുറ്റിയ നിലയിലായിരുന്നു. ഒരു ചെവി മുറിച്ചു മാറ്റിയിരുന്നു. കഴുത്തിലും മുറിപ്പാടുണ്ട്. ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലായി 9 മുറിവുകൾ ഉണ്ടായിരുന്നു. മറിയാമ്മ ധരിച്ചിരുന്ന 3.5 പവൻ്റെ മാലയും കമ്മലും നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ കയ്യിലുണ്ടായിരുന്ന മോതിരവും വീട്ടിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ടേപ്പ് റെക്കോർഡറോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അടുക്കള ഭാഗത്ത് പാത്രങ്ങളെല്ലാം നിലത്ത് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചെങ്കിലും യാതൊരു തെളിവുകളും ലഭിച്ചില്ല. ബന്ധുക്കളെയും അയൽപക്കക്കാരെയും ചോദ്യം ചെയ്തു. ആ അന്വേഷണത്തിനിടെ സമീപവാസിയായ ഒരു സ്ത്രീയുടെ മൊഴി കേസിൽ നിർണായകമായി. മറിയാമ്മയുടെ വീട്ടിൽ സഹായത്തിന് നിന്നിരുന്ന റെജി അന്നേ ദിവസം ആ വഴിയിലൂടെ പോകുന്നത് കണ്ടു എന്നായിരുന്നു മൊഴി. സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം റെജിയുടെ വീട്ടിലെത്തി. അവിടെ നിന്ന് മറിയാമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ ലഭിച്ചതോടെ പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു: കൊലപാതക കൃത്യം നടത്തിയിരിക്കുന്നത് റെജി തന്നെയാണ്. വീട്ടിൽ നടത്തിയ കൂടുതൽ തിരച്ചിലിനിടെ കൊലപാതക സമയത്ത് അവൾ ധരിച്ചിരുന്ന പാവാടയും ബ്ലൗസും കണ്ടെടുത്തു. അതിൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നു. കറ കളയുന്നതിന് വേണ്ടി നന്നായി കഴുകി വൃത്തിയാക്കിയിരുന്നു. പക്ഷെ ചോരയുടെ രൂക്ഷഗന്ധം അപ്പോഴും ആ പാവാടയിൽ ഉണ്ടായിരുന്നു. ആദ്യം റെജി കുറ്റം സമ്മതിച്ചില്ല. എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിൽ അവൾക്ക് കുറ്റം സമ്മതിക്കാതെ തരമില്ലാതായി. അങ്ങനെ വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള അച്ചാമ്മ റെജി എന്ന റെജി അറസ്റ്റിലായി. മറിയാമ്മ സ്വന്തം മകളെ പോലെ കരുതിയിരുന്ന റെജിയാണ് അവരുടെ ജീവനെടുത്തത് എന്ന വിവരം എല്ലാവർക്കും ഒരു ഷോക്കായി. കാരണം ഒരിക്കലും ഒരു ജോലിക്കാരിയായി അവളെ ആ വീട്ടുകാർ കണ്ടിരുന്നില്ല. തനിച്ചു താമസിച്ചിരുന്ന പാപ്പച്ചനും മറിയാമ്മയ്ക്കും ഒരു സഹായത്തിനായി അച്ചാമ്മ റെജിയുടെ ചേച്ചിയായിരുന്നു ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്നത്. അവരുടെ വിവാഹം കഴിഞ്ഞതോടെ തനിച്ചായി പോയ അനിയത്തി റെജിയെ പാപ്പച്ചൻ വീട്ടിലേക്ക് സഹായത്തിനായി നിർത്തി. ചേച്ചിയുടെ വിവാഹത്തിനുള്ള സഹായം ചെയ്തു നൽകിയത് പാപ്പച്ചനും കുടുംബവുമായിരുന്നു. റെജിയെ അവർ അടുത്തുള്ള സ്ഥാപനത്തിൽ ടൈപ്പ് റൈറ്റിംഗ് പഠിപ്പിക്കാനും വിട്ടിരുന്നു. അത്രയും സ്നേഹവും സംരക്ഷണവും നൽകി പോന്നിരുന്ന മറിയാമ്മയോട് അച്ചാമ്മ റെജി എന്തിനായിരിക്കും ഇത് ചെയ്തത്? അതൊരു വലിയ ചോദ്യചിഹ്നമായി മാറി. റെജിയെ വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്നും കുറ്റകൃത്യം നടത്താനുള്ള മോട്ടീവ് എന്താണെന്നതിന് പോലീസിന് ലഭിച്ച മറുപടി ഇങ്ങനെയായിരുന്നു: മറിയാമ്മ പാപ്പച്ചൻ ദമ്പതിമാരുടെ വീട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിലും എല്ലാവിധ സുഖസൗകര്യങ്ങളും അവർ അച്ചാമ്മയ്ക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ടൈപ്പ് റൈറ്റിംഗ് ഉൾപ്പെടെ പഠിപ്പിക്കാനും വിട്ടിരുന്നു. എന്നാൽ കുറ്റകൃത്യം നടക്കുന്നതിന് 2 ആഴ്ച മുൻപ് മറിയാമ്മ അവളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. അവളുടെ ഭാഗത്തു നിന്ന് മോശമായ ഒരു പ്രവൃത്തി മറിയാമ്മ കാണാൻ ഇടയായി. അതാണ് അവളെ പറഞ്ഞുവിടാനുണ്ടായ കാരണം. ആൺകുട്ടികളുമായിട്ടുള്ള അവളുടെ പെരുമാറ്റ രീതി അത്ര ശരിയല്ലാത്തതായി മറിയാമ്മയ്ക്ക് തോന്നി. ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടത് അച്ചാമ്മയെ പ്രകോപിതയാക്കി. അതിനാൽ തന്നെ മറിയാമ്മയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന ചിന്ത അവളിൽ ഉണർന്നു. സംഭവം നടന്ന ദിവസം രാവിലെ മറിയാമ്മയുടെ വീട്ടിലെത്തി ടെറസിൽ ഒളിച്ചിരുന്ന പ്രതി കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടത്തിയത് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ.
കൃത്യം നടന്നതിൻ്റെ തലേദിവസം അറുന്നൂറ്റിമംഗലത്തെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു റെജി. സംഭവം നടക്കുന്ന ദിവസം രാവിലെ തന്നെ മാങ്കാങ്കുഴിയിലെ മറിയാമ്മയുടെ വീട്ടിലെത്തി ആരും കാണാതെ ടെറസിന് മുകളിൽ ഒളിച്ചിരുന്നു. ഉച്ചയോടെ മറിയാമ്മ പാല് കൊടുക്കാനായി അടുത്ത വീട്ടിലേക്ക് പോയപ്പോൾ ടെറസിൽ നിന്ന് അവൾ താഴെ ഇറങ്ങി അടുക്കളവാതിൽ വഴി വീടിനകത്ത് കയറി. തുടർന്ന് തിരിച്ചെത്തിയ മറിയാമ്മയെ കറിക്കത്തി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. 3.5 പവൻ്റെ മാലയും കമ്മലുകളും അവൾ കവർന്നെടുത്തു. ഒരു ചെവി അറുത്തുമാറ്റിയാണ് പ്രതി കമ്മലെടുത്തത്. അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 1993 മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ റെജിയെ വെറുതെ വിട്ടു. ഈ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചു. 1996 പ്രോസിക്യൂഷൻ നൽകിയ അപ്പീല് റെജി കുറ്റക്കാരിയാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. അങ്ങനെ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി ജീവപര്യന്തം തടവാണ് അവൾക്ക് ശിക്ഷ വിധിച്ചത്. എന്നാൽ ഇനിയാണ് ഈ കഥയിലെ പ്രധാന ട്വിസ്റ്റുകൾ. ഇന്നും കേരളം മുഴുവനും ചർച്ച ചെയ്യുന്ന സുകുമാരക്കുറുപ്പിനോട് കിടപിടിക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അച്ചാമ്മ റെജിയുടെ ജീവിതം. ഹൈക്കോടതി വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റെജി പോലീസിനെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ പോവുകയായിരുന്നു. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലെല്ലാം റെജിയെ തിരഞ്ഞ് പോലീസ് സംഘം അന്വേഷണം നടത്തിയെങ്കിലും കണ്ടുപിടിക്കാനായില്ല. ഒളിവിൽ പോയ റെജിയെ പിന്നീട് ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒളിവിൽ പോകുന്നതിന് മുൻപ് റെജി കോട്ടയം ജില്ലയിലെ അയ്മനത്തും ചുങ്കത്തും വീട്ടുജോലിക്ക് നിന്നിരുന്നു. അതിനുശേഷം അവിടെ വെച്ച് തമിഴ്നാട് സ്വദേശിയായ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ വിവാഹം കഴിച്ചു. അങ്ങനെ അവർ തമിഴ്നാട്ടിലേക്ക് പോയി. തൻ്റെ പേരിൽ ഒരു ചെറിയ കേസുണ്ട്, അതുകൊണ്ട് തന്നെ തനിക്ക് ബന്ധുക്കളുമായി കൂടുതൽ അടുപ്പമില്ല എന്നാണ് അവൾ ഭർത്താവിനോട് പറഞ്ഞത്. കൗശലക്കാരിയായ അച്ചാമ്മ പേര് മാറ്റി മിനി രാജു എന്നും ആക്കിയിരുന്നു. ഏറെ നാളത്തെ തമിഴ്നാട്ടിലെ ജീവിതത്തിന് ശേഷം അവർ തിരികെ കേരളത്തിലേക്ക് എത്തുന്നു. ഇതിനിടയിൽ അവളുടെ ജീവിതത്തിൽ 2 കുട്ടികളുമുണ്ടായി. കോതമംഗലം പോത്താനിക്കാട് എന്ന സ്ഥലത്തേക്ക് കുടുംബസമേതം താമസം മാറി. നാട്ടിലാർക്കും അവരെക്കുറിച്ച് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അയൽക്കാർക്കിടയിൽ സുപരിചിതയായിരുന്ന റെജി നാട്ടിലെ സ്ത്രീകളെയെല്ലാം സംഘടിപ്പിച്ച് ചിട്ടികളും മറ്റും നടത്തിയിരുന്നു. തമിഴ്നാട് സ്വദേശിയുമായിട്ടുള്ള വിവാഹം വീട്ടുകാർ എതിർത്തിരുന്നു. അതിനാൽ വീട്ടുകാരുമായി ഇപ്പോൾ യാതൊരു ബന്ധവും ഇല്ല എന്നായിരുന്നു അയൽവക്കക്കാരോട് മിനി രാജു എന്ന അച്ചാമ്മ പറഞ്ഞത്. അടിവാട് എന്ന സ്ഥലത്ത് ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേളായി ഇതിനിടയ്ക്ക് ജോലിക്കും പോയിരുന്നു. ഏകദേശം 5 വർഷത്തോളം അവൾ അവിടെ ജോലി ചെയ്തിരുന്നു. മിനി രാജു എന്ന അച്ചാമ്മ തൻ്റെ പാസ്റ്റിനെ കുറിച്ച് മറ്റാരുമായും ഷെയർ ചെയ്യാതെ വളരെ വിദഗ്ധമായി ജീവിച്ചു പോരുകയായിരുന്നു. അതിനിടയിലും കേരള പോലീസ് വർഷാവർഷം അച്ചാമ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അച്ചാമ്മയെക്കുറിച്ചുള്ള യാതൊരു തെളിവുകളും അവർക്ക് ലഭിച്ചില്ല. അവൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് പോലും കണ്ടെത്താൻ അവർക്കായില്ല. അങ്ങനെ കൊലപാതകം നടന്ന് 33 വർഷവും ശിക്ഷ വിധിച്ചിട്ട് 27 വർഷവുമായ കേസിൽ കുറ്റവാളിയെ പിടികൂടണമെന്ന് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വാറന്റ് പുറപ്പെടുവിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം റെജിക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. കോടതി പുറപ്പെടുവിച്ച വാറന്റിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിൻ്റെ നിർദ്ദേശപ്രകാരം ചെങ്ങന്നൂർ ഡിവൈഎസ്പി MK ബിനുകുമാറിൻ്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു. എന്നാൽ പഴയ പത്രവാർത്തകളിൽ നിന്നുള്ള ചിത്രങ്ങളും FIRൽ എഴുതിയ വിലാസവും അല്ലാതെ മറ്റു വിവരങ്ങളൊന്നും ഇല്ലാത്തതിനാൽ റെജിയെ കണ്ടെത്തുക എന്നത് അന്വേഷണ സംഘത്തിന് ഏറെ ശ്രമകരമായിരുന്നു. കേസ് ഫയൽ പരിശോധിച്ചും നാട്ടുകാരോടും ബന്ധുക്കളോടും തിരക്കിയും റെജി എവിടേക്കാണ് പോയതെന്ന് കണ്ടെത്തുകയായിരുന്നു അന്വേഷണത്തിലെ പ്രാഥമിക ഘട്ടം. റെജി മുംബൈയിൽ ഉണ്ടെന്നും തമിഴ്നാട്ടിലോ ഗുജറാത്തിലോ ഉണ്ടെന്നും പലരും പറഞ്ഞു. എന്നാൽ അങ്ങനെയല്ല, അനാഥാലയത്തിലാണെന്നും ചിലർ പോലീസിനോട് പറഞ്ഞു. ഒളിവിൽ പോയ ശേഷം റെജിയെ ഇന്നേ വരെ ആരും കണ്ടിട്ടില്ലെന്നും ഇന്നേ വരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും എവിടെയാണെന്ന് അറിയില്ലെന്നുമായിരുന്നു ബന്ധുക്കളുടെ മൊഴി. ഇതിനിടെ കോവിഡ് ബാധിച്ചു മരിച്ചു എന്നുള്ള കിംവദന്തിയും വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ വിവരങ്ങളും വാക്സിൻ സ്വീകരിച്ചവരുടെ വിവരങ്ങളും പോലീസ് സംഘം അരിച്ചുപെറുക്കി. അജ്ഞാത മൃതദേഹങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും അതിലും ഫലമുണ്ടായില്ല. ഇതിനിടെ ഒളിവിൽ പോകുന്നതിന് മുൻപ് റെജി എവിടെയായിരുന്നുവെന്ന വിവരങ്ങൾ തേടിയുള്ള അന്വേഷണത്തിലാണ് മറ്റു ചില സൂചനകൾ പോലീസ് സംഘത്തിന് ലഭിച്ചത്. ഒളിവിൽ പോകുന്നതിന് മുൻപ് റെജി കോട്ടയം ജില്ലയിലെ അയ്മനത്തും ചുങ്കത്തും വീട്ടുജോലിക്ക് നിന്നിരുന്നതായി വിവരം ലഭിച്ചു. അത് അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവായി. മാത്രമല്ല, ഇവിടെ വെച്ച് തമിഴ്നാട് സ്വദേശിയായ കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ വിവാഹം കഴിച്ചു എന്നുള്ള വാർത്തയും ലഭിച്ചു. തുടർന്ന് ഈ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം വിപുലമായ അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിലാണ് റെജി മിനി രാജു എന്ന വ്യാജ പേരിലാണ് പോത്താനിക്കാട് താമസിക്കുന്നു എന്നുള്ള വിവരം പോലീസ് സംഘത്തിന് ലഭിക്കുന്നത്.
റെജി ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഒരു ബന്ധുവിൽ നിന്ന് പോലീസിന് ലഭിച്ചു. ഈ നമ്പറിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ മിനി രാജു എന്നയാളുടെ വിലാസവും ഫോട്ടോയുമാണ് കിട്ടിയത്. ഇതേ പേരിൽ തന്നെ ആധാർ കാർഡും മറ്റു തിരിച്ചറിയൽ രേഖകളും സംഘടിപ്പിച്ചിരുന്നു. മിനി രാജു തന്നെയാണ് റെജി എന്ന് ഉറപ്പിക്കാൻ പോലീസ് വീണ്ടും ശാസ്ത്രീയമായ വഴികളിലൂടെ നീങ്ങി. ലൊക്കേഷൻ പിന്തുടർന്ന പോലീസ് സംഘം എത്തിയത് മിനി രാജു ജോലി ചെയ്യുന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിലായിരുന്നു. ആദ്യ ദിവസം മഫ്തിയിലെത്തിയ പോലീസുകാരൻ ഒരു തുണി കണ്ട് ഇഷ്ടപ്പെടുകയും എന്നാൽ പിന്നീട് വരാമെന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. പിറ്റേ ദിവസം അതേ പോലീസുകാരൻ തന്നെ മഫ്തിയിലെത്തിയപ്പോൾ മിനി രാജു തന്നെയാണ് സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചത്. എന്നാൽ ആ പോലീസുകാരൻ റെജി എന്ന പേര് വിളിച്ചതോടെ മിനി രാജു പരുങ്ങി. വിളിച്ചത് പോലീസുകാരനാണെന്നും തന്നെ തേടി എത്തിയതാണെന്നും മനസ്സിലായതോടെ അപകടം മണത്ത റെജി ചെറുത്തുനിൽപ്പിനൊന്നും നിൽക്കാതെ പിടികൊടുക്കുകയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം പോലീസ് തന്നെ തേടി എത്തിയപ്പോൾ ആദ്യം അവളൊന്ന് അമ്പരന്നു. 27 വർഷമായി ഒളിച്ചോടിയിരുന്ന ജീവിതം അവിടെ അവസാനിക്കുകയായിരുന്നു. 2023 ജൂൺ 25 കോതമംഗലത്ത് നിന്ന് പോലീസ് പിടികൂടി. തുടർന്ന് കോടതി റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി. ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വർഷങ്ങളോളം ഒളിച്ചിരിക്കാം, പക്ഷെ നിയമത്തിൻ്റെ കൈകളിൽ നിന്ന് എന്നും ഒളിച്ചിരിക്കാൻ കഴിയില്ലെന്നതിന് ഈ സംഭവം ഒരു ഉദാഹരണമായി മാറി. മറിയാമ്മയ്ക്ക് നീതി ലഭിക്കാനായി തുടങ്ങിയ അന്വേഷണം 33 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു അറസ്റ്റിൽ എത്തിനിന്നു. ഇതായിരുന്നു മാവേലിക്കരയിലെ മറിയാമ്മ കൊലക്കേസിൻ്റെ കഥ. മറിയാമ്മ കൊലക്കേസിൻ്റെ കഥ മാത്രമല്ല, ഒരു ലേഡി സുകുമാരക്കുറുപ്പിൻ്റെ കഥ കൂടിയായിരുന്നു ഇതിൽ നമ്മൾ കണ്ടത്. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. ഇത്തരത്തിലുള്ള യഥാർത്ഥ സംഭവങ്ങളുടെ കഥകൾ അറിയാൻ ക്രൈം ഡീകോഡ് മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ.